കാർഷിക സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി സംസ്ഥാന സർക്കാരും ലോക് ഭവനും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക്. താൽക്കാലിക വിസിയെ നിശ്ചയിക്കാൻ കൃഷിമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ പാനൽ നൽകിയില്ലെന്നും കേവലം ഒരു പേര് മാത്രമാണ് നിർദ്ദേശിച്ചതെന്നും ലോക് ഭവൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. സീനിയോറിറ്റിയിൽ 6ാമത് മാത്രമുള്ള ഡോക്ടർ തോമസ് ജോർജിന്റെ പേരാണ് മന്ത്രിയുടെ ഓഫീസ് നൽകിയത്. എന്നാൽ യോഗ്യതയും സീനിയോറിറ്റിയും കാറ്റിൽ പറത്തിയുള്ള ഈ രാഷ്ട്രീയ നിർദ്ദേശം പൂർണ്ണമായി വെട്ടിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സീനിയോറിറ്റി പട്ടികയിൽ 1ാമതുള്ള ഡോക്ടർ ടി സജിത റാണിയെ താൽക്കാലിക വിസിയായി നിയമിച്ചു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഈ തീരുമാനത്തോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അത് തള്ളിയാണ് ലോക് ഭവൻ ഉത്തരവിറക്കിയത്. കാർഷിക സർവകലാശാലയിലെ താൽക്കാലിക വിസി കസേരയെ ചൊല്ലുള്ള ഈ പോര് കേവലം ഒരു തുടക്കം മാത്രമാണ്. താൽക്കാലിക പരീക്ഷണങ്ങൾ ഇനി വേണ്ടെന്ന് വെച്ച് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ UGC മാനദണ്ഡ പ്രകാരം സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഭരണം പൂർണ്ണമായും പിടിച്ചെടുക്കാനാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നീക്കം. ഭരണമാറ്റത്തിന് ശേഷമുള്ള സർവകലാശാല സിൻഡിക്കേറ്റുകളുടെയും സെനറ്റുകളുടെയും പുനഃസംഘടന ഉടൻ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് ലോക് ഭവൻ. അത് കഴിഞ്ഞാൽ ഉടൻ തങ്ങൾക്കനുകൂലികളായ സ്ഥിരം വിസിമാരെ പ്രതിഷ്ഠിക്കാനുള്ള തന്ത്രപരമായ നയതന്ത്ര നീക്കങ്ങളിലേക്ക് ഗവർണർ കടക്കുന്നതോടെ സർവകലാശാല തർക്കം തുടരും എന്നുറപ്പ്. നിലവിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സർവകലാശാലകളും നാഥനില്ലാ കളരികളാണ് എന്നതും ഗവർണറുടെ നീക്കങ്ങൾക്ക് വേഗത കൂട്ടുന്നു. കാലിക്കറ്റ്, ആരോഗ്യം, ഡിജിറ്റൽ, KTU എന്നീ 4 സർവകലാശാലകളിൽ മാത്രമാണ് നിലവിൽ വിസിമാരുള്ളത്. സർക്കാരിന് കീഴിൽ നിയമസർവകലാശാല ഉണ്ടെങ്കിലും അവിടെ വിസിയെ നിയമിക്കാനുള്ള അധികാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാണ്. ബാക്കിയുള്ള പ്രധാന സർവകലാശാലകളിലെ എല്ലാം താൽക്കാലിക വിസിമാരാണ് നിലവിൽ ഭരണം നിയന്ത്രിക്കുന്നത്. മുൻ LDF സർക്കാരിന്റെ അവസാന കാലത്ത് ഗവർണർ മുഖ്യമന്ത്രി തലത്തിൽ സ്ഥിരം വിസി നിയമനത്തിന് ധാരണയായിരുന്നെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അത് നടപ്പിലായിരുന്നില്ല.